നമസ്കാരം മുഴുവനായും ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അല്ലാഹുവോട് സഹായം തേടുവിൻ. നമസ്കാരം ഒരു പ്രാർത്ഥന തന്നെയാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ അഖിമിസ് സ്വലാത്ത ലിദിക്രി, നീ എന്നെ ദിക്ർ ചെയ്യുവാനായി, എന്നെ സ്മരിക്കുവാനായിട്ട് നമസ്കാരം നിലനിർത്തുക എന്ന് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. നമസ്കാരം പ്രാർത്ഥനയാണ്, നമസ്കാരം ദിക്റാണ്, നമസ്കാരം അള്ളാഹുവിൻ്റെ സഹായം തേടലാണ് എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിലുടനീളം ദിക്റുകളും പ്രാർത്ഥനകളും നിറഞ്ഞു നിൽക്കുന്നു. അവയുടെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളുമ്പോൾ പൂർണ്ണമായും നമസ്കാരത്തിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് അള്ളാഹുവെ എത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം അഥവാ നമസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം മൗനം പാലിക്കാറുണ്ടായിരുന്നു. സ്വഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിച്ചു, എന്താണ് പ്രവാചകരെ അങ്ങ് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം അല്പനേരം മൗനം പാലിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നൽകുന്ന മറുപടി ഒരു പ്രാർത്ഥനയായിരുന്നു. അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്തായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്നാണ് അതിൻ്റെ തുടക്കം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാഇദ്, നീ അകറ്റണമേ, ബൈനി വ ബൈന ഖത്തായ, എനിക്കും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ നീ അകലമുണ്ടാക്കണമേ, കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിൽ, രണ്ട് ചക്രവാളങ്ങൾക്കിടയിൽ നീ എത്രമാത്രം അകലമുണ്ടാക്കിയോ അതേപോലെ എന്നെയും എൻ്റെ പാപങ്ങളെയും തമ്മിൽ നീ അകറ്റണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അതിൻ്റെ തുടർച്ച ഇങ്ങനെയാണ്: അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ സൗബുൽ അബിയദു മിനദ്ദനസ്, അല്ലാഹുവേ, എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്ന് നീ ശുദ്ധീകരിക്കണമേ, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന പോലെ. അല്ലാഹുമ്മ അഗ്സിൽനി മിൻ ഖതായായ ബിസ്സൽജി വൽ മാഇ വൽ ബറദ്, അല്ലാഹുവേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ നീ കഴുകി ശുദ്ധീകരിക്കണമേ. ബിസ്സൽജി വൽ മാഇ വൽ ബറദ്, മഞ്ഞുകൊണ്ടും വെള്ളം കൊണ്ടും ആലിപ്പഴം കൊണ്ടും എന്നെ നീ ശുദ്ധീകരിക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് വളരെ പ്രമുഖമായ നിവേദന പരമ്പരകളിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നമുക്ക് നിർവഹിക്കാവുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് വജ്ജഹത്തു. പൊതുവെ വജ്ജഹത്തു ആണ് നാം കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താറുള്ളത്. എന്നാൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്തായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, ഈ പ്രാർത്ഥനയും വളരെ സവിശേഷമാണ് എന്ന് നമ്മൾ അറിയണം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വ ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. ദുആ ഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥന എന്നാണ് വജ്ജഹത്തു അറിയപ്പെടുന്നത്. അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടി ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കുന്ന അടിമ ആദ്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന ഒരു അനുസരണ പ്രതിജ്ഞയാണ് വജ്ജഹത്തു. വജ്ജഹത്തു, ഞാൻ തിരിച്ചിരിക്കുന്നു, വജ്ഹിയ, എൻ്റെ മുഖത്തെ, ലില്ലദി ഫത്തറ സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിച്ചവന് നേരെ, ഹനീഫൻ മുസ്ലിമൻ, ഏകാഗ്രചിത്തനായും സമർപ്പിതനായും കൊണ്ട് ഞാൻ ആ അള്ളാഹുവിലേക്ക് എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. മുഖത്തെ തിരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ, എൻ്റെ അസ്തിത്വത്തെ, എൻ്റെ വ്യക്തിത്വത്തെ പരിപൂർണമായും അള്ളാഹുവിലേക്ക് തിരിച്ചു എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവിടെ തന്നെ ചേർത്ത് പറയാണ് വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ ആരാധകരിൽപ്പെട്ടവനല്ല,
ഞാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനല്ല, അള്ളാഹുവിലേക്ക് മാത്രം ഉന്മുഖനായിക്കൊണ്ട് അവനിലേക്ക് മാത്രം തന്നെ അർപ്പിച്ചവനാണ് ഞാൻ എന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി നാം ഏറ്റുപറയുന്നുണ്ട്. ഇന്ന സ്വലാത്തി, നിശ്ചയം എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ എല്ലാ ത്യാഗ പരിശ്രമങ്ങളും, എൻ്റെ ബലിയും, എൻ്റെ നന്മ ഉദ്ദേശിച്ചുള്ള എല്ലാ പ്രവൃത്തികളും, വമഹയായ എൻ്റെ ജീവിതവും, വമമാത്തി എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു. ഇത് വളരെ മഹത്തായ ഒരു പ്രതിജ്ഞയാണ്. പലപ്പോഴും നമസ്കാരവേളയിൽ നമ്മൾ അറിയാതെ അങ്ങ് ഉരുവിട്ടു പോകുന്ന, കാണാതെ പഠിച്ച് നമസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ചൊല്ലി തീർക്കുന്ന ഒന്നായിട്ട് വജ്ജഹത്ത് മാറിപ്പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ 5 നേരം ഒരു വിശ്വാസി ഈ പ്രതിജ്ഞ പുതുക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ഗൗരവതരമായ ഒരു കരാറായി മാറുന്നുണ്ട്. എന്താ പറയുന്നത്? എൻ്റെ നമസ്കാരം, എൻ്റെ എല്ലാ ത്യാഗപരിശ്രമങ്ങളും, എൻ്റെ ജീവിതവും എൻ്റെ മരണവും റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവനായും അള്ളാഹുവിന് സമർപ്പിക്കുക എന്ന ആശയമാണ് അതിൽ വരുന്നത്. ഭൗതികം ആത്മീയം എന്ന അർത്ഥത്തിൽ ജീവിതത്തെ വെട്ടിമുറിക്കാൻ കഴിയില്ല. ആത്മീയ ജീവിതം വേറെ, രാഷ്ട്രീയ ജീവിതം വേറെ, സാമൂഹ്യ ജീവിതം വേറെ, വ്യക്തി ജീവിതവും സാമ്പത്തിക ജീവിതവും കുടുംബജീവിതവും വെവ്വേറെ എന്ന ഒരവസ്ഥ അള്ളാഹുവിൻ്റെ ദീനിലില്ല. മുഴുവൻ ജീവിതവും അള്ളാഹുവിന് സമർപ്പിതമാണ് എന്നാണ് നാം അവിടെ ബോധപൂർവം തന്നെ പ്രഖ്യാപിക്കുന്നത്. അതിനെ തുടർന്നുകൊണ്ട് വീണ്ടും പറയുന്നു, ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു വ അന മിനൽ മുസ്ലിമീൻ. ലാ ശരീക ലഹു, അവന് പങ്കുകാർ ഏതുമില്ല. വബിദാലിക ഉമിർത്തു, ഞാൻ അപ്രകാരം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല. ആരുടെയും സഹായം ആവശ്യമില്ലാത്ത വിധം വേറിട്ട് നിൽക്കുന്ന, സകല കരുത്തുമുള്ള, എല്ലാറ്റിനും കഴിവുള്ള, എല്ലാവരും ആശ്രയിക്കുന്ന, ആരെയും ആശ്രയിക്കാത്ത ശക്തിയാണ് അള്ളാഹു. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു എന്ന് വീണ്ടും അവിടെ ചേർത്ത് പറയുന്നുണ്ട്. ഈ വജ്ജഹത്തു അതിൻ്റെ പൂർണ്ണതയോടുകൂടി ഉൾക്കൊണ്ട് നാം ഉച്ചരിക്കുമ്പോൾ അത് വളരെ മഹത്തായ ഒരു പ്രഖ്യാപനവും പ്രതിജ്ഞയുമായിട്ട് മാറുന്നത് നമുക്ക് കാണാം. അതിനെ തുടർന്ന് നാം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു, പിന്നീട് സൂറ പാരായണം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നാം റുക്കൂഇലേക്കാണ് പോകുന്നത്. റുക്കൂഅ എന്ന് പറയുമ്പോൾ അള്ളാഹുവെ നമിക്കുക എന്നാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടാവിൻ്റെ മുമ്പിൽ സ്വന്തം ശരീരത്തെ അവൻ കൽപ്പിച്ചതനുസരിച്ച് പൂർണ്ണമായും വിധേയപ്പെടുത്തലാണ്. മനസ്സ് പാകപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ ശരീരവും അള്ളാഹുവിന് പാകപ്പെടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ റുക്കോയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അള്ളാഹു അക്ബർ ചൊല്ലിയിട്ട് റുക്കോയിലേക്ക് പ്രവേശിച്ചാൽ നാം ചൊല്ലുന്ന ദിക്ർ അല്ലെങ്കിൽ പ്രാർത്ഥന സുബ്ഹാന റബ്ബിയൽ അലീം എന്നാണ്. സുബ്ഹാൻ, എത്ര പരിശുദ്ധൻ, റബ്ബി, എൻ്റെ റബ്ബ്, അൽ അലീം, മഹത്വമുടയവനായ എൻ്റെ നാഥൻ എത്ര പരിശുദ്ധനാണ്, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് 3 പ്രാവശ്യം നമ്മൾ ഏറ്റുപറയും. സുബ്ഹാന റബ്ബിയൽ അലീം. അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ അവൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയുള്ളവനും യാതൊരു ന്യൂനതയും ഇല്ലാത്തവനുമാണ്. കേവലം അടിമയായ ഞാനോ പലതരത്തിലുള്ള തകരാറുകളും ഉള്ളവനാണ് എന്ന തിരിച്ചറിവും അതിൽ നാം നേടുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഇൽ വേറെയും ചില പ്രാർത്ഥനകൾ ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ ലക റകഅതു, അല്ലാഹുവേ ഞാൻ നിന്നെ ഇതാ നമിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് മുമ്പിൽ ഇതാ എൻ്റെ തല കുനിച്ചിരിക്കുന്നു. വബിക ആമന്തു, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. വലക അസ്ലംതു, ഞാൻ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ആ റുക്കൂഇൻ്റെ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ട് അടിമ നടത്തുന്ന ഒരു വിധേയത്വത്തിൻ്റെ പ്രഖ്യാപനമാണിത്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു. എന്നിട്ട് വീണ്ടും പറയാം, ഖശഅ ലക സമഈ വബസരി വമുഖി വഅളമി വഅസബി, ഞാൻ എന്നെ പരിപൂർണമായി നിനക്ക് മുമ്പിൽ കുനിച്ചിരിക്കുകയാണ്.
നിനക്ക് ഞാൻ എന്നെ വിട്ടു തന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഖശഅലക സമഇ, എൻ്റെ കാത്, വ ബസരി, എൻ്റെ കാഴ്ച, വ മുഖി, അതേപോലെ തന്നെ എൻ്റെ മജ്ജ, അതല്ലെങ്കിൽ എൻ്റെ തലച്ചോറ്, എൻ്റെ ബുദ്ധി, വഅളമി, എൻ്റെ എല്ലുകൾ, വഅസബി, എൻ്റെ ഞാടി ഞരമ്പുകൾ എല്ലാം അള്ളാഹുവെ നിനക്ക് മുമ്പിൽ ഞാനിതാ കുനിച്ചിരിക്കുന്നു. നിന്നിൽ നിന്ന് വേറിട്ട് മറ്റൊരു അവസ്ഥയിൽ ജീവിക്കുന്നവനല്ല ഞാൻ. എനിക്ക് എൻ്റെ സ്വതന്ത്രമായ ഒരു അസ്തിത്വമോ വ്യക്തിത്വമോ ഇല്ല. പരിപൂർണമായും നിനക്ക് വഴിപ്പെടുന്ന വ്യക്തിത്വം മാത്രമേ എനിക്കുള്ളൂ എന്നാണ് അവിടെ പ്രത്യേകമായിട്ട് ആ വേളയിൽ റുക്കോയിൽ നമ്മൾ ചൊല്ലുന്നത്. അങ്ങനെ ചൊല്ലുമ്പോൾ നമസ്കാരത്തിൽ അടിമത്ത ഭാവം പൂർണ്ണമാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇമാം അഹ്മദും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രാർത്ഥനയാണത്. അതേപോലെ തന്നെ റുക്കോയിലും സുജൂദിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ചൊല്ലാറുണ്ടായിരുന്ന ഒരു ദിക്റുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി എന്ന ദിക്റാണത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉൾപ്പെടെ പ്രമുഖരായ റിപ്പോർട്ടർമാരൊക്കെയും അത് ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രാർത്ഥന സൂറത്തു നസ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തു പറയുന്നു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. സൂറത്തു നസ്റിലെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ കൽപ്പിക്കുന്നുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിൻ്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട് നീ പ്രകീർത്തിക്കുക. വസ്തഗ്ഫിറുഹു, അവനോട് നീ പാപമോചനം തേടുക. ഇന്നഹു കാന തവ്വാബ, അവൻ എല്ലാം പൊറുക്കുന്നവനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണല്ലോ ഈ സൂറ അവതരിക്കുന്നത്. അതിനെ തുടർന്ന് പിന്നീട് നമസ്കാരത്തിൽ റുക്കോയിലും സുജൂദിലും അതേപോലെ തന്നെ മറ്റ് സന്ദർഭങ്ങളിലുമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതലായി ഉരുവിട്ടിരുന്ന പ്രാർത്ഥനയാണ് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി എന്ന പ്രാർത്ഥന. അത് റുക്കോയിലും സുജൂദിലും നമുക്ക് വർദ്ധിപ്പിക്കാം. അതേസമയത്ത് ജമാഅത്ത് നമസ്കാരമാണെങ്കിൽ പലപ്പോഴും ഏറ്റവും മിതമായ പരിമിതമായ രൂപത്തിൽ ഏറ്റവും മിനിമം മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ടാവുകയുള്ളൂ. സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് മാത്രമേ ഒരുപക്ഷെ ഉരുവിടാൻ അവസരം ലഭിക്കുള്ളൂ. ഇമാമിൻ്റെ അവസ്ഥക്കനുസരിച്ചായിരിക്കണം നമ്മളതിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനാൽ എല്ലാ പ്രാർത്ഥനകളും റുക്കോയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതേസമയം ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ ഈ ദിക്റുകൾ നമുക്ക് തീർച്ചയായും പ്രയോജനപ്പെടുത്താൻ കഴിയും. അതേപോലെ മറ്റൊന്ന് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായിക്കത്തി വർറൂഹ്, ഇമാം അഹ്മദും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന സവിശേഷമായ ഒരു പ്രാർത്ഥനയാണ്. മലക്കുകളുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാഥനായ അള്ളാഹു പരമപരിശുദ്ധനും അങ്ങേയറ്റം നിർമ്മലനുമത്രേ എന്നുകൂടി അവിടെ നമ്മൾ ഏറ്റുപറയാണ് ചെയ്യുന്നത്. അങ്ങനെ റുക്കോയിൽ നിന്ന് ഉയരുകയാണ്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവെ സ്തുതിച്ചവരുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടിരിക്കുന്നു എന്നാണ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ഇഅ്തിദാലിലേക്ക് അഥവാ നേരെ നൃത്തത്തിലേക്ക് തിരിച്ചെത്തുന്നു. എന്നിട്ട് അള്ളാഹുവെ സ്തുതിക്കുന്ന വളരെ മഹത്തായ ഒരു വാക്യം അവിടെ നമ്മൾ ഉരുവിടും. റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാത്ത് വമിൽ അൽ അർള് വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. വളരെ സവിശേഷമായ ഒരു സ്തുതിവാക്യമാണ് അത്. റബ്ബന ലക്കൽ ഹംദ്, ഞങ്ങളുടെ നാഥ നിനക്കാണ് സർവസ്തുതി. മിൽ അസ്സമാവാത്ത്, ആകാശങ്ങൾ മുഴുവനും, ആകാശങ്ങൾ നിറയെ, വമിൽ അൽ അർള്, ഭൂമി നിറയെയും നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിൻ്റെ ആശയത്തിൽ അത് വരുന്നുണ്ട്. വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്, അതിന് ശേഷം അതോടൊപ്പം നീ ഉദ്ദേശിക്കുന്ന എന്തൊക്കെയുണ്ടോ, നിൻ്റെ സൃഷ്ടികളായിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അവയെല്ലാം നിറയെ നിനക്കാകുന്നു സർവസ്തുതിയും. അള്ളാഹുവിനുള്ള ഹംദ് അനന്തമായി അതിരുകളില്ലാത്ത വിധത്തിൽ അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് റുക്കോയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് കാണാം. ആ നിലയ്ക്ക് അള്ളാഹുവിലേക്ക് പൂർണ്ണമായും
നമ്മെ സമർപ്പിക്കുന്ന അവസ്ഥയാണ് റുക്കോയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയാം. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൻ്റെ ആരംഭവേളയിൽ തന്നെ വജ്ജഹ്തു ഓതുന്ന അതേ സന്ദർഭത്തിൽ ഇങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നു: സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് വതബാറക സ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക് എന്ന് ചൊല്ലാറുണ്ടായിരുന്നു. ഇതൊക്കെ തൗഹീദിൻ്റെ അടിസ്ഥാനപരമായ പ്രഖ്യാപനമാണ് എന്ന് കാണാം. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിൻ്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. നിൻ്റെ നാമം സർവ്വഗുണസമ്പൂർണമത്രേ. വതബാറക സ്മുക് വതആല ജദ്ദുക്, നിൻ്റെ മഹത്വം അത്യുന്നതമാണ്. വലാ ഇലാഹ ഗൈറുക്, നീയല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന തൗഹീദിൻ്റെ മഹത്തായ പ്രഖ്യാപനവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൻ്റെ ആരംഭത്തിൽ നിർവഹിക്കാറുണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാർത്ഥനയെങ്കിലും അല്ലെങ്കിൽ 1-2 പ്രാർത്ഥനകൾ പഠിച്ചുകൊണ്ട് കഴിയുന്നത്ര അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട്.